എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ യമഹ FC വേർഷൻ 3 മോഡലിൻ്റെ 2024 വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ആണെന്ന് എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഞാൻ ഡെയിലി പുതിയ ടൂ വീലേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്, അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. ഏകദേശം 2008-2009 തുടങ്ങി തന്നെ നമുക്ക് റോഡിൽ നമ്മളുടെ കേരളത്തിലെ റോഡുകളുള്ള വണ്ടിയാണ് യമഹയുടെ FZ. അതിനുശേഷം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് FZ S എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ തൊട്ട് ഇപ്പോൾ വരെ ഇപ്പോൾ ഞങ്ങളൊരു 90 കിഡ്സ് എന്നെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന റൈഡിന് ഇത്രയും കംഫർട്ടബിളും പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ കുറച്ച് വാഹനങ്ങളിലൊന്നാണ്. ഇപ്പോൾ പൾസർ FZ പോലുള്ള വാഹനങ്ങളൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനം. അപ്പോൾ ആ ഒരു വണ്ടി, ആ വണ്ടിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ മോഡലായി വന്നപ്പോൾ ഫുൾ ഡിജിറ്റൽ നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന മീറ്റേഴ്സ് വന്നിട്ടുണ്ട്, സിംഗിൾ ചാനൽ ABS വന്നു. പിന്നെ അത് കൂടാതെ ടയേഴ്സ് എല്ലാം കുറച്ചുകൂടി വീതിയുള്ളതായിട്ടുണ്ട്, മോണോക്രോസ് സസ്പെൻഷനായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മിറർ കണ്ടില്ലേ, മിററെല്ലാം പുതിയ ഷേപ്പിലുള്ളതായി. പിന്നെ ഹെഡ്ലൈറ്റ്സ് LED ലൈറ്റ്സ് ഒന്നും, ആദ്യമൊക്കെ അതിന് ഹാലജൻ ലൈറ്റ്സ് ആയിരുന്നു, ഇപ്പോൾ LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുകൂടാതെ സ്പ്ലിറ്റ് LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടിനും 2 ബൾബാണ്, ഡിമ്മ് ബ്രൈറ്റിന് സെപ്പറേറ്റ് ബൾബായതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രകാശം ലഭിക്കുകയും അതുപോലെ തന്നെ ബൾബിന് ലൈഫ് കൂടുകയും ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്, പൈലറ്റ് ലൈറ്റ്സ് എല്ലാം തന്നെ ഇപ്പോഴും ഹാലജൻ ബൾബുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ LED ലൈറ്റ്സ് വരുന്നത്. ലൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് യമഹയുടെ ഒരു റൗണ്ടിലെ ബാഡ്ജിങ്ങും ഒരു 3D ബാഡ്ജിങ് നമുക്ക് പറയാം, അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാറിയിട്ട് ഇതിൻ്റെ വ്യൂ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കും കംഫർട്ടിനുമായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി 31 mm വീതിയുള്ളതും ലോങ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് നമ്മുടെ വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിന് എൻജിൻ കൗള് ഓൾറെഡി വരുന്നുണ്ട്. ഒരു ചെറിയ ഫൈബറിൻ്റെ എൻജിൻ പ്രൊട്ടക്ഷൻ കൗള് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീൽസ് കാര്യങ്ങളെല്ലാം തന്നെ അലോയ് വീൽസാണ്. ടയറിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 100/80/17 ട്യൂബ്ലെസ് ടയറാണ് ഫ്രണ്ടിൽ നമുക്ക് തരുന്നത്. അതുകൂടാതെ സിംഗിൾ ചാനൽ ABS ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 282 mm വീതിയുള്ള ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് വരിക, മാറ്റ് ബ്ലാക്ക് കളറിലുള്ള മഡ് ഗാർഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്കിത് കൂടാതെ അഡീഷണലായിട്ട് ഒരു കളർ കൂടി വരുന്നുണ്ട്. മൊത്തം 2 കളറാണ് FZ ഇപ്പോൾ നോർമലി ഇറങ്ങുന്നത്. ഫ്രണ്ട് അലോയ് വീൽ ഇതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്പോക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന് ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. ആകെ വെയിറ്റ് വരുന്നത് 134 കിലോയെ വരുന്നുള്ളൂ. ടോട്ടൽ വീൽ ബേസ് 1330 mm ആണ്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ. അതായത് ഫ്രണ്ടിൽ നിന്ന് ബൾക്കിയായിട്ടും ബാക്കിലേക്ക് ചെല്ലുന്നതോളം കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ കാർട്ടൂണിൽ കാണുന്ന ജിമ്മന്മാരല്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. മുകളിൽ വലിപ്പം കൂട്ടിയിട്ട് താഴേക്ക് വരുമ്പോൾ എന്താ പറയുക, വലിപ്പം കുറയുകയാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, ഒരു മസ്കുലാരിറ്റി ഫീൽ ചെയ്യാനായിട്ടാണ്. FZയുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് വെച്ചാൽ എൻ്റെ ഫ്യൂൾ ടാങ്ക് തന്നെയാണ്. ഏറ്റവും ബൾക്കി ആയിട്ടുള്ളതും ഈ ഫ്യൂൾ ടാങ്കാണ്. ഇപ്പോൾ വരുന്നതിൽ ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് എന്നുള്ള ഫിനിഷിലാണ് കളറിങ് കൊടുത്തിരിക്കുന്നത്. FZയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. 13 ലിറ്ററാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ഓൾറെഡി E20 ഫ്യൂലും നമുക്ക് ഇതിൽ അപ്ഡേറ്റഡ് ആണ്. ബ്ലൂ കോർ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ക്ലാസിക്കായിട്ട് പഴയ മോഡൽ കീ തന്നെയാണ് ഇപ്പോഴും അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ് പാസും കൂടി ഒറ്റപ്പെട്ടൽ വരും. ഇൻഡിക്കേറ്റർ ഓൺ വരുമ്പോൾ റൈറ്റ് സൈഡിൽ എൻജിൻ കീൽ സ്വിച്ചും സെൽഫിൻ്റെ സ്വിച്ചുമാണ് വരുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് ഇപ്പോഴും നമുക്ക് വണ്ടിക്ക് വരുന്നത്. അങ്ങനെ വാഹനത്തിൻ്റെ നെഗറ്റീവ് ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോൾ. മുകൾ ഭാഗത്താണ് നമുക്ക് സ്പീഡോമീറ്റർ കാര്യങ്ങൾ വരിക. ഇടത്തെ സൈഡിൽ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഓഡോമീറ്റർ വലത്തെ സൈഡിൽ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സിംഗിൾ ബട്ടൺ ഓപ്പറേഷനാണ്. ഓഡോമീറ്റർ സിംഗിളും 2 ട്രിപ്പ് മീറ്ററും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ വലിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം യമഹയുടെ ആപ്പ് വെച്ച് കണക്ട് ചെയ്താൽ മാത്രം വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ സീറ്റാണ് ഏറ്റവും അട്രാക്റ്റീവ്. 2 ലെവൽ സീറ്റാണ് വരുന്നത്. ഏകദേശം 19% ഹൈറ്റ് കൂടുതലായിരിക്കും ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന്. അപ്പോൾ അതുകൊണ്ട് നല്ല കംഫർട്ടബിളും പാഡിങ്ങും കുഷനിങ്ങും എല്ലാം ഉള്ള നല്ല സൂപ്പർ സീറ്റാണ് നമ്മുടെ വാഹനത്തിന് വരുന്നത്. നല്ല നടു നിവർന്നിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സീറ്റിൻ്റെ ഹൈറ്റ് ഏകദേശം 790 mm വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 അടി 5'2" പൊക്കമുള്ള ആളോട്ട് മുകളിലേക്കുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വണ്ടിയുമൊക്കെ ഇരുന്ന കാല് താഴെ എത്തുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 149 cc ആണ്. പവർ 12 bhp ആണ്. ടോർക്ക് 13.33 Nm ആണ്. ടോപ്പ് സ്പീഡ് 115 km/h ആണ്. മൈലേജ് നമുക്കൊരു 40, 45, 50 ഒക്കെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് എൻജിൻ കൗൾ ഓൾറെഡി വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ്, എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. സിംഗിൾ സിലിണ്ടർ
ഡ്യുവൽ വാൽവ് യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് കൂടെ ഉണ്ട്. നമുക്കൊരു 2 ലിറ്റർ ഫ്യൂൽ എന്തായാലും വണ്ടിയിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. വാഹനത്തിൻ്റെ ചെയിൻ കവർ ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറാണ്. ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ ഫ്രണ്ട് സൈഡ് അലൂമിനിയമാണ്, ബാക്ക് സൈഡും അലൂമിനിയമാണ്. ഫ്രണ്ട് സൈഡ് ഫുഡ് റെസ്റ്റിന് ഒരു റബ്ബറിൻ്റെ പാഡിങ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സാരി ഗാർഡ് വരുന്നുണ്ട്, ബാക്ക് സൈഡ് ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ വാഹനത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് മോണോക്രോസ് സസ്പെൻഷനാണ് റിയർ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ആദ്യമേ തൊട്ട് ഈ സെയിം സസ്പെൻഷനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. FC ബാക്ക് സൈഡ് ലൈറ്റ്സ്, അതിപ്പോൾ LED ലൈറ്റ്സ് ഒന്നും വരുന്നില്ല, ഹാലജൻ ലൈറ്റ്സ് ആണ് ടെയിൽ ലാമ്പിലും ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. വാഹനത്തിൻ്റെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനൊന്ന് കമൻറ്റ് ചെയ്തറിയിക്കണേ. ബാക്ക് സൈഡ് ടയർ നല്ല വീതിയുള്ളതും വണ്ണമുള്ള ടയറാണ്. 140/60/17 റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡും ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 220 mm ആണ് ഡിസ്കിൻ്റെ വീലിൻ്റെ വിഡ്ത്ത് വരുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ മിഡ്ഷിപ്പ് സൈലൻസറാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈലൻസറിൻ്റെ ഷീൽഡിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി മാറി. 150cc സെഗ്മെൻറ്റിൽ ഒത്തിരി വണ്ടികൾ പോകുന്നു. പക്ഷേ ഇപ്പോഴും ആ FC എന്നുള്ളൊരു വാഹനത്തിൻ്റെ മാർക്കറ്റ് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പ്ലഷറും സീറ്റിംഗ് പൊസിഷനും മൈലേജും പിന്നെ സർവീസ് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 150cc സെഗ്മെൻറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കേണ്ട ഒരു വാഹനം തന്നെയാണ് FC. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലസ്സോ മൈനസോ എന്തായിക്കോട്ടെ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.